ഹേ ഓൾ, അങ്ങനെ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഞാൻ വന്നു. ആദ്യത്തെ വീഡിയോ നല്ല ഐശ്വര്യമുള്ള കാര്യം തന്നെ തുടങ്ങണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ക്യാമ്പസ് ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ കറൻ്റ്ലി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു ചൈനയിൽ. നാട്ടിലേക്ക് പോകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്ക് സാധാരണ സെപ്പറേറ്റ് ആയിട്ടാണ്, യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലല്ല. കാരണം യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും തമ്മിൽ ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് താമസിക്കുക. അപ്പോൾ ഈ 6 ഇയേഴ്സിൽ 1 ഇയർ യൂണിവേഴ്സിറ്റീൻ്റെ ഉള്ളിലല്ല നമ്മളുണ്ടാവുക, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റൂം എടുക്കുക ചെയ്യുക. അപ്പോൾ അതുവരെ ഇവിടെയായിരുന്നു. ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റി, ഷുചോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ജിയാങ്സു പ്രൊവിൻസിലാണ്. നിങ്ങൾ കാണുന്നത് പോലെ അടിപൊളിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതെൻ്റെ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ചൈനയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റി ഇതുപോലെയാണ്, വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് വെൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ കാണുന്ന ബിൽഡിംഗ് യൂഷ്വലി ഞങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി വരുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ ഈ ബിൽഡിങ് കാണുമ്പോൾ തന്നെ എക്സാമാണ് ഓർമ്മ വരിക. ഈ കാണുന്ന കോറിഡോർ, ഇവിടെ യൂഷ്വലി എക്സാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കും, ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസൊക്കെ. ഇവിടെയായിരുന്നു യൂഷ്വലി സീറ്റിലൊക്കെ ഇരുന്ന് എക്സാം എഴുതിയത്. ഈ കോറിഡോറിലിരുന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, ആൻസേഴ്സ് അതായിരുന്നു എഴുതിയത്, ഇതായിരുന്നു എഴുതിയത്. അപ്പോൾ ഈ ബിൽഡിങ് കാണുമ്പോൾ എപ്പോഴും എക്സാം മെമ്മറീസാണ് വരിക. എക്സാം കഴിഞ്ഞ് ലാസ്റ്റ് എക്സാം കഴിഞ്ഞതാ ഈ കാണുന്ന ക്ലാസ്സിൻ്റെ ബിസൈഡ് തന്നെയുള്ള പാർക്കിലിരുന്ന് ചില്ലിയും വെറുതെ കഥയൊക്കെ പറഞ്ഞിരുന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങി കുറിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കും. ഇത് അനാർ ഫാമാണ്. അനാർ ഫാം ചൈനയിൽ അത്ര വലിയ അത്ഭുതമല്ല, കാരണം മുക്കിലും മൂലയിലും നമുക്ക് അനാർ ട്രീസ് കാണാം. ഞങ്ങൾ ക്യാമ്പസിൽ എൻട്രി ചെയ്യാൻ വേണ്ടി കുറേ പാർട്ടുണ്ട്, കുറേ സൈഡുണ്ട്. നേരത്തെ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ് കറക്റ്റ് ഫ്രണ്ട് സൈഡ് ഓഫ് ദ ക്യാമ്പസ്. ഇത് ക്യാമ്പസിലെ ഒരു ഓഡിറ്റോറിയമാണ്, കുറേ ഓഡിറ്റോറിയം ഉണ്ട്, അതിലൊന്നാണിത്. ഇവിടെ തന്നെ വേറൊരു ക്യാൻറ്റീൻ ഉണ്ട്. യൂഷ്വലി ചെറിയ ഫങ്ഷൻസൊക്കെ അവിടെ ഇങ്ങനെ നടക്കും. ചെറിയ ഫങ്ഷൻസ്, വലിയ ഫങ്ഷൻസ് വേറെ വലിയ ഓഡിറ്റോറിയം ഉണ്ട്. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ശരിക്കും നമ്മുടെ ക്യാമ്പസിൻ്റെ വില അറിയുക. നമ്മൾ പണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ നടന്നതും ഇവിടെ ഇരുന്ന് കഥ പറയുന്നതും എക്സാമും. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഇത്രയും നല്ലൊരു ക്യാമ്പസിൽ പഠിച്ചല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വരിക. എന്നാൽ പഠിക്കുന്ന സമയത്തൊന്നും അത്ര വലിയ വില ഉണ്ടാവില്ല. ഇത് ക്യാൻറ്റീനാണ്. ഒരുപാട് ക്യാൻറ്റീൻ ഉണ്ട് ക്യാമ്പസിൽ, പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്യാൻറ്റീൻ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. കാരണം ഞാനിപ്പോൾ പോയ ടൈം എന്ന് പറയുന്നത് വെക്കേഷനാണ്. ഞങ്ങൾക്കിപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ യൂഷ്വലി എല്ലാ ക്യാൻറ്റീനും ക്ലാസ്സും ഒക്കെ അടച്ചിട്ടായിരിക്കും ഉണ്ടാവുക, ഒക്കെ ലോക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് പുറത്തുനിന്ന് കാണിച്ചത്. നമുക്കുള്ളിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല, അവർ ലോക്ക് ചെയ്യുമൊക്കെ. പിന്നെ കുറച്ച് കുട്ടികൾ മാത്രമേ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ചൈനയിൽ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഒരു ക്യാൻറ്റീനൊക്കെ ഓപ്പൺ ആയിട്ട് വെക്കുള്ളൂ. പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റലും. ഈ ക്യാൻറ്റീനിൽ ഫുൾ ചൈനീസ് ഫുഡ് ഐറ്റംസാണ് ഉണ്ടാവുക, ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒന്നും നമുക്ക് കിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ക്യാൻറ്റീൻ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. അതുപോലെയാണ് എല്ലാ ക്യാൻറ്റീനും, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതൊക്കെ വൃത്തിയാക്കാനും സെർവ് ചെയ്യാൻ മീൻസ് നമ്മൾ തന്നെ സ്വയം സെൽഫ് സെർവ് ആണ്, അല്ലാതെ അവർ കൊണ്ടുത്തരുമൊന്നുമില്ല. പക്ഷേ വൃത്തിയാക്കാനൊക്കെ അതിനായിട്ടുള്ള പെർട്ടിക്കുലർ ആൾക്കാരുണ്ട്. 1500ഓളം സ്റ്റാഫുണ്ട്, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട്. 1500-ൽ കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. 2100 ഏക്കറിലാണ് എൻ്റെ കംപ്ലീറ്റ് യൂണിവേഴ്സിറ്റിയും ഫുള്ള് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ നഴ്സിംഗ് ബിൽഡിംഗ്, നേരത്തെ കണ്ടതാണ് നഴ്സിംഗ് ബിൽഡിംഗ്. പിന്നെ ഇവിടെ പീക്കോക്ക് ഉണ്ട്, സ്വാൻ ഉണ്ട്. ഈ മുന്നേ കഴിഞ്ഞ വർഷം വരെ വൈറ്റ് സ്വാൻ ഉണ്ടായിരുന്ന 2 ഒരു കപ്പിൾ. പക്ഷെ ഒരാൾ ചത്തുപോയി, പിന്നെ വേറൊരാൾ ഈ അടുത്താണ് ചത്തുപോയത്. പിന്നെ ഈ യൂഷ്വലി കാണുന്ന സ്ഥലം ഞങ്ങൾ യൂഷ്വലി വന്നിരിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു. ആ കാണുന്നതൊക്കെ ബാർബർ ഷോപ്പാണ് കേട്ടോ. ഉള്ളിൽ തന്നെ കുറേ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ലോണ്ട്രി സർവീസ് ഉണ്ട്. ഇപ്പോൾ കാണുന്നത് ഫുള്ള് ഹോസ്റ്റൽസാണ്. ഈ ഹോസ്റ്റൽസ് ചൈനീസിന് സെപ്പറേറ്റ് ഹോസ്റ്റൽസാണ്, ഇന്ത്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ഹോസ്റ്റൽസാണ്. ഈ കാണുന്നത് ഫുള്ള് ഹോസ്റ്റലാണ് കേട്ടോ. അതുപോലെ തന്നെ ചൈനീസും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും ഒരുമിച്ച് ക്ലാസ്സിലല്ല. കാരണം ചൈനീസിന് സെപ്പറേറ്റ് ആണ്. ബിക്കോസ് ചൈനീസ് ഇപ്പോഴും ചൈനീസ് സ്റ്റുഡൻസ് ചൈനീസ് തന്നെയാണ് പഠിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ കൊറിയർ സർവീസാണ്. പണ്ട് ഈ ഒരു ബിൽഡിംഗ് മാത്രമായിരുന്നുള്ളൂ, ഇപ്പോൾ അവർ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തു.
ഇതൊക്കെ ഈ കാണുന്നത് ഫുള്ള് കൊറിയർ സർവീസാണ്. പിന്നെ ഓപ്പോസിറ്റ് ഇത് ഹോസ്റ്റലാണ്. നിങ്ങൾക്ക് ആ മണ്ണ് കാണുന്നില്ല, അവിടെ ഇതിൻ്റെ മുന്നേ സൺഫ്ലവർ ആയിരുന്നു. അപ്പോൾ സൺഫ്ലവർ സീസൺ കഴിഞ്ഞ് അവർ പിന്നെയും അതൊക്കെ കളച്ച് വാട്ടർ ചെയ്ത് പിന്നെയും അതുപോലെ ആക്കുകയാണ്. അടുത്ത കൾട്ടിവേഷൻ ഉള്ളതാണ്, വേറെ ഫ്ലവർ അവർ കൾട്ടിവേറ്റ് ചെയ്യും. ഈ കാണുന്നതൊക്കെ നമ്മുടെ ക്യാമ്പസാണ്. ഫുള്ള് നടന്ന് കാണുകയെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ലാസ് ആണെങ്കിൽ ഒരു ക്ലാസ്സേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് ക്ലാസ് ഉണ്ട്. എ ബിൽഡിംഗ്, ബി ബിൽഡിംഗ് മുതൽ ഇസഡ് വരെ ബിൽഡിംഗ് ഉണ്ട്. ഓരോ ക്ലാസ്സും ഓരോ തരമാണ്. വലിയ ക്ലാസ്, ചെറിയ ക്ലാസ്, പല രീതിയിലുണ്ട്. അതുപോലെ ഈ കാണുന്നത് വേറൊരു പാർക്കാണ്. ഇവിടെയൊക്കെ യൂഷ്വലി നമ്മൾ ഇങ്ങനെ വന്നിരിക്കും. ഈ ക്യാമ്പസിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാമ്പസ് ക്ലാസ് ഇല്ലാത്ത ടൈമിലും നമ്മൾ വെറുതെ റൂമിന് പുറത്തിറങ്ങി ഒന്ന് ക്യാമ്പസിലൂടെ നടന്നാൽ തന്നെ അതൊരു പണിയാണ്. അത് തന്നെ വലിയൊരു ജോലിയാണ്, ഭയങ്കര റീഫ്രഷ്മെൻ്റാണ്. ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ അനാട്ടമി ലാബാണ്. ഈ കാണുന്നതൊക്കെ ഒറിജിനലായിട്ടുള്ള ഓർഗൻസാണ്. ലങ്സും ഹ്യൂമൻ ബോഡിയുടെ എല്ലാം ഒറിജിനലാണ്, ഡമ്മി അല്ല. കാരണം ചൈന എന്ന് പറയുമ്പോൾ എല്ലാവരും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിക്കും. ഇത് അനാട്ടമി കോറിഡോർ. ആ കാണുന്നത് അനാട്ടമി ക്ലാസ്സാണ്, അതും ലോക്കാണ്. ഈ അനാട്ടമി ക്ലാസ് ഭയങ്കര ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. കടാവർ എന്നുള്ള ഒരു സാധനം ഒഴിച്ചാൽ, വിത്ത് ഓൾ റെസ്പെക്ട്, കടാവർ എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേങ്കിൽ ആ ഒരു ടൈമിൽ ഈ അനാട്ടമി, ഞങ്ങൾ ഈ കടാവർ ഡിസെക്ഷന് മുന്നേ നമുക്കിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരും. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ടൈമായിരുന്നു. പിന്നെ ഞങ്ങളെ ഗ്രൂപ്പ് ഭയങ്കര ഫണ്ണായിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ ഓർക്കുന്നു. ഈ കാണുന്നത് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓരോ ബിൽഡിങ്ങും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ മെയിനായിട്ടുള്ളത് മാത്രമേ ഞാൻ കവർ ചെയ്തത്. ഈ കാണുന്നത് ടീച്ചിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ തന്നെ താഴെയുള്ളത് അവരുടെ ക്യാൻറ്റീൻ കാര്യങ്ങളുമാണ്. പിന്നെ പാർക്കിംഗ് സെക്ഷൻ. നമ്മുടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റുഡൻസിന് സ്കൂട്ടി ആൻഡ് സൈക്കിളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ചൈനയിൽ ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുമെങ്കിലും 3rd ഇയർ വരെ ഞങ്ങൾക്ക് ചൈനീസ് ഒരു സബ്ജക്റ്റാണ്. അത് മസ്റ്റാണ്, നമ്മൾ പഠിക്കണം, എക്സാം എഴുതണം, പാസ്സാവണം. പിന്നെ അതുപോലെ അവിടുന്ന് ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടി HSK എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാമുണ്ട്. HSK എന്ന് പറയുന്നത് ഒരു ചൈനീസ് എക്സാമാണ്. HSK 3 വരെയായിരുന്നു ഇത്ര നാൾ ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഈ 6 വർഷത്തിൽ, അതായത് 5+1 ഇയർ ഇൻറ്റേൺഷിപ്പിൽ നമുക്ക് എഴുതിയെടുത്താൽ മതി. പക്ഷേങ്കിൽ ഇപ്പോൾ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. അതും ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പോൾ. HSK 3 അല്ല, HSK 5 or 6 ഐ തിങ്ക്. വി ഹാവ് ടു റൈറ്റ്, വി ഹാവ് ടു പാസ്. അതും നമ്മൾ 3 വർഷത്തിനുള്ളിൽ എഴുതണം. എഴുതി പാസ്സായില്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ ഇപ്പം അതും ഇന്ത്യൻസിന് ഒരു സെപ്പറേറ്റ് ആൻഡ് സ്ട്രിക്റ്റ് റൂളുണ്ട്. കാരണം നമ്മുടെ വാർ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യൻസ് വരുന്നത് വളരെ കുറഞ്ഞ്. ആ ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയൊക്കെ പോസിറ്റീവാണ് ഇവിടെ. പക്ഷേ ഞങ്ങൾക്കതില്ല. ഈ ഒരു വർഷം മുതൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് അത് തുടങ്ങിയതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ലേക്ക് കണ്ടാൽ തന്നെ അറിയാം, വെരി ബ്യൂട്ടിഫുൾ. അതും നമ്മളവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിച്ചെറിയാനൊന്നും പാടില്ല. ഈവൻ ലേക്കിൽ മാത്രമല്ല, നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്ത് പോലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അതൊക്കെ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ആരും അങ്ങനെ വലിച്ചെറിയൂല നമ്മൾ നാട്ടിലെ പോലെ. പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. ഈവൻ നമ്മുടെ സ്റ്റെപ്സ് പിടിക്കുന്ന ആ ഒരു പിടി, അത് അടക്കം അവർ ഡെയിലി വാഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കും. ഓരോ ക്ലാസ്സും ഡെയിലി അവർ ക്ലീൻ ചെയ്യും. പിന്നെ ഒരുപാട് സെക്യൂരിറ്റീസും കാര്യങ്ങളുണ്ട്. പിന്നെ ചൈനേൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് എസ്പെഷ്യലി ഇന്ത്യ പോലെയല്ല, ഇവിടെ നമ്മൾ ഭയങ്കര സേഫാണ്. പിന്നെ ഇവിടുത്തെ പോലീസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ്. ഇവിടുത്തെ പോലീസ് മാത്രമല്ല, റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റാണ്. ക്യാമ്പസിലൊക്കെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യരുതെന്നാണ്. അത് പിന്നെ അതിനൊരു ലാസ്റ്റ് വാർണിംഗ്, സെക്കൻഡ് വാർണിംഗ് അങ്ങനെ ഒന്നുമില്ല. ഡയറക്റ്റ് അവർ ക്യാമ്പസിൽ നിന്ന് എക്സ്പെൽ ചെയ്യും. ഭയങ്കര സ്ട്രിക്റ്റ് റൂളാണ്. പിന്നെ നിങ്ങൾ കാണുന്ന ഇതുപോലെ ഈ ഫ്ലവേഴ്സ് സമ്മർ സീസണാണ് ആക്ച്വലി. അതാണ് സമ്മർ വൈബ്. വിൻ്റർ ആണെങ്കിൽ ഫുൾ സ്നോഫോൾ, ഫുൾ കവർ ചെയ്ത് അത് വേറൊരു വൈബായിരിക്കും.
പിന്നെ സ്പ്രിംഗ് ആണെങ്കിൽ ഈ കാണുന്ന ഈ പച്ചപ്പ് ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും. ഭയങ്കര ഭംഗിയാണ് സ്പ്രിങ്ങിൽ കാണാൻ. അതുപോലെ തന്നെയാണ് ഓട്ടമിൽ വേറൊരു കളറായിരിക്കും. ഓരോ കാലത്തും ഓരോ വൈബാണ് ക്യാമ്പസിന്. പിന്നെ ക്യാമ്പസിൽ ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ 2001 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ പാർക്കിലൊക്കെയാണ് യൂഷ്വലി ഞങ്ങളെയൊക്കെ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യുക. ബർത്ത്ഡേ സർപ്രൈസസ് ഒക്കെ ഈ കാണുന്ന പാർക്കിലാണ് ഉണ്ടാവുക. ഇവിടെയൊക്കെ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ആരും ഇല്ലാതെ ഇങ്ങനെ എംപ്റ്റി സ്പേസ് ആയിരിക്കുന്നത്. അതുപോലെ ഭയങ്കര സൈലൻസ് ആണ്. പക്ഷെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് സ്റ്റുഡൻസൊക്കെ വന്നിരിക്കും. ഫുള്ള് സ്റ്റുഡൻസ് ആയിരിക്കും. നമുക്ക് ഫുള്ള് കാണാമത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഞാനൊരു ഈവനിങ് ആയിരുന്നു പോയത്. കാരണം ഇപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫുള്ള് പാക്കിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ളത്. ഈ കാണുന്നത് ഗ്രൗണ്ടാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഗ്രൗണ്ടിലേക്കാണ്. കണ്ടോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാലറിയാം, വെരി ഫ്യൂ പീപ്പിൾ ആർ ദെയർ. പിന്നെ ഗ്രൗണ്ട്, ബാഡ്മിൻ്റൺ ഗ്രൗണ്ട് ഉണ്ട് സെപ്പറേറ്റ്. പിന്നെ ഈ ബിൽഡിംഗ്, ഇതിൻ്റെ അപ്സ്റ്റേഴ്സ് വന്നിട്ട് ജിമ്മാണ്, വെൽ മെയിൻറ്റെയിൻഡ് ജിം. അതും ക്ലോസ്ഡ് ആണ് ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ക്ലോസ്ഡ് ആയത് പിന്നെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് എപ്പോഴും ഈവനിങ് വാക്കിന് വരുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഈ ഗ്രൗണ്ട്. പിന്നെ വെറുതെ ഇങ്ങനെ ആ കാണുന്ന സ്റ്റെപ്പിലൊക്കെ വന്നിങ്ങനെ ഇരിക്കും. പിന്നെ ഫുട്ബോൾ മാച്ചൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ തൈച്ചി പ്രാക്ടീസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ചൈനയിൽ നമുക്ക് ഈ 6 ഇയേഴ്സിനുള്ളിൽ സെപ്പറേറ്റ് ആയിട്ട് 3 സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം. അതായത് നമ്മുടെ മെഡിക്കൽ കോഴ്സ് അല്ലാതെ. അപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ എടുത്തത് ജർമ്മൻ, ടേബിൾ ടെന്നീസ്, ഒരു സ്പോർട്സ് ഐറ്റം, പിന്നെ ഫിലോസഫി. അപ്പോൾ തൈച്ചിയൊക്കെ ഉണ്ടാവും ഓപ്ഷൻ. അപ്പോൾ തൈച്ചിയൊക്കെ ഇവിടെ നിന്നായിരുന്നു പ്രാക്ടീസ് ചെയ്യാറ്. പിന്നെ നേരത്തെ കണ്ട ആ ഫുള്ള് ഷോപ്പാണ്. നമുക്ക് ക്യാപ്പുച്ചിനോ, ലാറ്റെ, കോഫി ഷോപ്പുണ്ട്. പിന്നെ ചൈനീസ് ഫുഡ് ഐറ്റംസ്, ന്യൂഡിൽസ്, ചൗമിയാൻ, മിഫാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ആ കാണുന്ന ഫ്ലൈ ഓവർ കൊറോണ ടൈമിലാണ് ബിൽഡ് ചെയ്തത്. വിത്തിൻ 1 ഇയർ കൊറോണ ടൈമിൽ കംപ്ലീറ്റ് ഫ്ലൈ ഓവർ അവർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ചൈനയിൽ ബിൽഡിംഗ് ഒക്കെ, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഫാസ്റ്റായിട്ടായി നടക്കുന്നത്. നമ്മളെ നാട്ടിലെ പോലെ വർഷങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കുന്ന ബിൽഡിംഗ് ഒന്നുമല്ല. വിത്തിൻ 1 ഇയർ ഒക്കെ അവർ ഫാസ്റ്റായിട്ട് എടുക്കും. കാരണം ഇവിടെ കൂടുതൽ മെഷീൻസാണ് യൂസ് ചെയ്യുക. മനുഷ്യനേക്കാൾ കൂടുതൽ മെഷീൻസാണ് ചൈനയിൽ. ഈവൻ ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിലും കൂടുതൽ റോബോട്ടിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൂടുതലാണ്. റോബോട്ടിക് സർജറി അല്ല, അത് ഉണ്ട്. അതല്ലാതെ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഓരോ OT റൂമിലൊക്കെ വരുന്നത് ത്രൂ റോബോട്ടാണ് അത് വന്ന് സെർവ് ചെയ്യുക. പിന്നെ നമ്മുടെ ഗ്രാജുവേഷനൊക്കെ നടക്കുന്ന ബിൽഡിംഗ് ആണത്. ഗ്രാജുവേഷൻ ഫോട്ടോസൊക്കെ യൂഷ്വലി എടുക്കുന്ന ഒരു പ്ലേസ് ആണത്. ഈ കാണുന്ന പ്ലേസൊക്കെ ഫുൾ കംപ്ലീറ്റ് പാർക്കാണ്. ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു വൈബ് തോന്നുന്നില്ല. കാരണം ഫുൾ എംപ്റ്റി ആയതുകൊണ്ട് ആ ഒരു ഹാപ്പി വൈബ് തോന്നുന്നില്ല, ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥ. ഇതാണ് എൻ്റെ ക്യാമ്പസ്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് പറയണം. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകുന്നതിന് മുന്നേ എൻ്റെ ക്യാമ്പസിൻ്റെ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഉണ്ടാവണമെന്ന്. അതെനിക്ക് മസ്റ്റായിരുന്നു. അതുകൊണ്ട് തട്ടിക്കൂട്ടിയെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ക്യാമ്പസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ, ലൈക്ക് ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇടും. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതെൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനിയും ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ഇടും. ഇപ്പം ഞാൻ ചെയ്തത് വോയിസ് ഓവറാണ്. കാരണം ആ ടൈമിൽ ഫുള്ള് ടയേർഡായി. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.